പാലക്കാട് കൽമണ്ഡപം മേഖലയിൽ മോഷണ പരമ്പര. ആളില്ലാതെ കിടന്നിരുന്ന 3 വീടുകളിലാണ് കള്ളൻ കയറിയത്. ഇതിൽ ഒരാളുടെ വീട്ടിൽ നിന്നും 25 ലക്ഷം രൂപയുടെ സ്വർണവും പണവും മോഷണം പോയി. കസബ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൽമണ്ഡപം പ്രതിഭാനഗർ സ്വദേശിയും വ്യാപാരിയുമായ ശിവദാസൻ, നാരായണൻ, മോനിപ്പ എന്ന മൊയ്തീൻ എന്നിവരുടെ വീടുകളിലാണ് മോഷണം നടന്നത്. 3 വീടുകളിലും ആളുണ്ടായിരുന്നില്ല. ശിവദാസനും കുടുംബവും തിരുവനന്തപുരത്ത് വിനോദയാത്ര പോയതായിരുന്നു. രാവിലെ വീട്ടിലെത്തിയ ജോലിക്കാരിയാണ് വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. ഇവിടെ നിന്നും 15 ലക്ഷത്തോളം രൂപയും 6 പവൻ സ്വർണവും നഷ്ടമായെന്ന് വീട്ടുകാർ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി അകത്ത് കയറിയപ്പോൾ എല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നുണ്ടപ്പോൾ എന്തോ സംഭവം നടന്നിട്ടുണ്ടെന്ന് ഭയപ്പാടോടുകൂടി തിരിച്ച് പോയി എതിർ വീട്ടിൽ പോയിട്ട് പറഞ്ഞു. അനിയൻ ഉടനെ തന്നെ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പെരായിരിയിലാണ് താമസിക്കുന്നത്. ഞാൻ ഉടനെ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞത് ഏകദേശം ക്യാഷും ഗോൾഡും പോയിട്ടുണ്ട്, ഒരു 30 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ശിവദാസിന്റെ വീട്ടിലെ മോഷണ വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയവരാണ് ആളില്ലാതെ കിടന്നിരുന്ന നാരായണൻ, മോനിപ്പ എന്നിവരുടെ വീടുകളിലും മോഷണം നടന്നതായി കണ്ടെത്തിയത്. നാട്ടുകാരെയൊക്കെ വിളിച്ച് പോലീസുകാരൊക്കെ വന്ന് നോക്കുമ്പോൾ ഒരു 30 ലക്ഷം രൂപയോളം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മോഷണം പോയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മറ്റു 2 വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു, അതും ഇതുപോലെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ സംഭവം എന്താണെന്നുള്ളത് കാര്യമായിട്ടൊന്നും പോയിട്ടില്ല എന്നാണ് അറിഞ്ഞത്. പ്രതി മോഷണം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. സംഭവത്തിൽ കസബ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, പാലക്കാട്.